ഇമ്മ്യൂണോഗ്ലോബുലിൻ ജീൻസ് മൾട്ടി ജീൻ ഓർഗനൈസേഷൻ. ഈ രണ്ട് വിശദാംശങ്ങളാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇമ്മ്യൂണോഗ്ലോബുലിൻ അല്ലെങ്കിൽ ആൻറ്റിബോഡീസ് എന്ന് പറഞ്ഞാൽ ദേ ആർ പ്രോട്ടീൻസ് ദാറ്റ് വിൽ റെക്കഗ്നൈസ് ആൻഡ് ന്യൂട്രലൈസ് പത്തോജൻസ്. നമ്മുടെ ശരീരത്തിൽ കിടക്കുന്ന ആൻറ്റിജനുകളെ കണ്ടെത്തുകയും അവയെ നശിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന പ്രോട്ടീനുകളെയാണ് ആൻറ്റിബോഡികൾ അല്ലെങ്കിൽ ഇമ്മ്യൂണോഗ്ലോബുലിനുകൾ എന്ന് പറയുന്നത്. Antibody diversity is the ability of the immune system to recognize millions of different antigens. ദശലക്ഷക്കണക്കിന് ആൻറ്റിജൻസിനെ തിരിച്ചറിയാനും അവയെ നശിപ്പിക്കാനുള്ള കഴിവ് മനുഷ്യൻ്റെ ശരീരത്തിലുള്ള ആൻറ്റിബോഡികൾക്കുണ്ട്. ദിസ് ഡൈവേഴ്സിറ്റി ഈസ് അച്ചീവ്ഡ് ത്രൂ മൾട്ടി ജീൻ ഓർഗനൈസേഷൻ, എ പ്രോസസ് വെയർ സെപ്പറേറ്റ് ജീൻ സെഗ്മെൻറ്റ്സ് ആർ റീകമ്പൈൻഡ്. നമുക്ക് ദശലക്ഷക്കണക്കിനുള്ള ആൻറ്റിജനെ പ്രതിരോധിക്കാനുള്ള കഴിവ് ലഭിച്ചിരിക്കുന്നത് ഓരോ ആൻറ്റിജനെയും തിരിച്ചറിഞ്ഞ് അതിനെ നശിപ്പിക്കാനായിട്ടുള്ള ജീനുകൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുകയും ആ ജീനുകളുടെ വിവിധ കോമ്പിനേഷനുകൾ അല്ലെങ്കിൽ ആ ജീനുകൾ വിവിധ കോമ്പിനേഷനുകളിൽ ആൻറ്റിബോഡികളെ ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ടുമാണ് നമ്മുടെ ശരീരവുമായി ദശലക്ഷക്കണക്കിനായിട്ട് വർഷത്തിൽ ബന്ധപ്പെട്ടിട്ടുള്ള ആൻറ്റിജനെ പ്രതിരോധിക്കാനുള്ള ആൻറ്റിബോഡി ഡൈവേഴ്സിറ്റി ഉണ്ടായിട്ടുള്ളത്. അതായത് ഓരോ ആൻറ്റിജനെതിരെയും ആൻറ്റിബോഡി ഉൽപ്പാദിപ്പിക്കാനായിട്ടുള്ള ജീനുകൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ട് എന്നർത്ഥം. ദ സെഗ്മെൻറ്റ്സ് എൻകോഡ് ഫോർ ദ വേരിയബിൾ ഡൈവേഴ്സിറ്റി ആൻഡ് ജോയിനിങ് റീജിയൻസ് ഓഫ് ദ ആൻറ്റിബോഡി. ഈ ജീനുകൾ ആൻറ്റിബോഡിയുടെ വേരിയബിൾ റീജിയൻ, ഡൈവേഴ്സിറ്റി ആൻഡ് ജോയിനിങ് റീജിയൻസ് എത്രത്തോളം തരത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഒരു ആൻറ്റിബോഡിയുടെ വേരിയബിൾ റീജിയൻ്റെ പ്രത്യേകതയാണ്. അതായത് വേരിയബിൾ റീജിയൻ ആൻറ്റിജന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാരാടോപ്പുകൾ അല്ലെങ്കിൽ എപ്പിടോപ്പിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാരാടോപ്പുകൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള ഭാഗങ്ങളാണ് ആൻറ്റിബോഡിയുടെ വേരിയബിൾ റീജിയൻ എന്ന് പറയുന്നത്. അപ്പോൾ വേരിയബിൾ റീജിയനിലുള്ള വ്യത്യാസം, അതിൻ്റെ ഡൈവേഴ്സിറ്റി, ദെൻ ജോയിനിങ് റീജിയൻ, അതായത് ആൻറ്റിജൻ ജോയിൻ ചെയ്യുന്ന റീജിയനുകൾ. അപ്പം ഈ റീജിയനുകളിൽ വരുന്ന വ്യത്യാസം, അതായത് ആൻറ്റിബോഡിയുടെ വേരിയബിൾ, ഡൈവേഴ്സിറ്റി, ജോയിനിങ് റീജിയനിലുള്ള വ്യത്യാസങ്ങളാണ് വ്യത്യസ്ത ആൻറ്റിജനുമായിട്ട് നമുക്ക് എൻകൗണ്ടർ ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ നശിപ്പിക്കാനായിട്ട് ആൻറ്റിബോഡിക്ക് കഴിവ് നൽകുന്നത്. ഇനി ഈ ജീനുകളുടെ സ്ട്രക്ചർ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ immunoglobulin genes are not inherited as a single unit but separate gene segments. നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് അല്ലെങ്കിൽ നമുക്ക് പാരമ്പര്യമായിട്ട് ആൻറ്റിബോഡിയുടെ ജീനുകൾ ലഭിക്കുന്നത് ഏതെങ്കിലും ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് അല്ല, അത് സെപ്പറേറ്റ് സെഗ്മെൻറ്റ്സ് ആയിട്ടാണ് എന്നാണ് പറയുന്നത്. അതായത് ഓരോ ആൻറ്റിജനുകൾക്കെതിരെയും വ്യത്യസ്തമായിട്ടുള്ള ജീനുകളുണ്ട്. ആ ജീനുകൾ വ്യത്യസ്തമായിട്ട് അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടാണ് എന്ത് ചെയ്യപ്പെടുന്നത്, ഇൻഹെറിറ്റ് ചെയ്യപ്പെടുന്നത്. അല്ലാതെ നമുക്ക് ഒരു 10,000 അല്ലെങ്കിൽ 1,00,000 ആൻറ്റിജനുകൾക്കെതിരെ പ്രതിരോധ ശക്തി ഉണ്ടെങ്കിൽ ആ 1,00,000 ജീനുകളും ഒരേപോലെയല്ല എന്ത് ചെയ്യപ്പെടുന്നത്, ഇൻഹെറിറ്റ് ചെയ്യപ്പെടുന്നത്. അതിൽ വ്യത്യാസങ്ങളുണ്ടാകാം. എല്ലാ ജീനുകളും ഇൻഹെറിറ്റ് ചെയ്യണമെന്നില്ല. അതുപോലെ തന്നെ എല്ലാ ജീനുകളും ഇൻഹെറിറ്റ് ചെയ്യപ്പെടുകയും ചെയ്യാം. ഇനി ചില അസുഖങ്ങൾ നമുക്ക് അതായത് ഈ നൂറ്റാണ്ടിൽ നമുക്ക് പല അസുഖങ്ങളും നമുക്ക് ഇല്ല, അല്ലെങ്കിൽ ചില രോഗങ്ങൾ ഇറാഡിക്കേറ്റ് ചെയ്തതാണ്. അപ്പോൾ അത്തരം ജീനുകൾ അല്ലെങ്കിൽ ഇറാഡിക്കേറ്റ് ചെയ്യപ്പെട്ട അസുഖങ്ങളെ സംബന്ധിച്ചുള്ള ജീനുകൾ നൂറ്റാണ്ടുകളായിട്ട് നമ്മുടെ ശരീരത്തിൽ പ്രയോജനപ്രദമല്ല അല്ലെങ്കിൽ ഉപയോഗിക്കപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൻറ്റിബോഡികൾ നിർമ്മിക്കപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഇൻഹെറിറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത വ്യത്യാസപ്പെട്ടിരിക്കും അല്ലെങ്കിൽ കുറവായിരിക്കും. കാരണം വേണ്ടാത്തൊരു ജീൻ പലപ്പോഴും എന്ത് ചെയ്യപ്പെടില്ല, ഇൻഹെറിറ്റ് ചെയ്യപ്പെടില്ല. അല്ലെങ്കിൽ ഇൻഹെറിറ്റ് ചെയ്യപ്പെട്ടാൽ തന്നെ അത് സൈലൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ജങ്ക് ജീനുകളോ അല്ലെങ്കിൽ സൈലൻ്റ് ആയിട്ട് അത് റീറ്റെയിൻ ചെയ്യുകയും ചെയ്യും. ദിസ് ഓർഗനൈസേഷൻ ഈസ് കീ ടു ജനറേറ്റിംഗ് ആൻറ്റിബോഡി ഡൈവേഴ്സിറ്റി. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു സിംഗിൾ യൂണിറ്റായിട്ടല്ല അല്ലെങ്കിൽ ഒരു പാക്കേജ് ആയിട്ടല്ല ജീനുകൾ ഇൻഹെറിറ്റ് ചെയ്യപ്പെടുന്നത് എന്നതുകൊണ്ട് തന്നെ ഓരോ ജീനുകളും സെപ്പറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ടാണ് ഇൻഹെറിറ്റ് ചെയ്യപ്പെടുന്നതുണ്ട് എന്നതുകൊണ്ട് ധാരാളം ജീനുകളുടെ ഒരു ജീൻ
സ്ട്രക്ചർ അല്ലെങ്കിൽ ജീനുകളുടെ സാന്നിധ്യം ഡി എൻ എയിലുണ്ടാകും. അപ്പോൾ വ്യത്യസ്ത ജീനുകളുടെ സാന്നിധ്യം പുതിയ പുതിയ ആൻറ്റിബോഡീസുകൾ ഉണ്ടാക്കാനായിട്ടുള്ള റോ മെറ്റീരിയലായിട്ട് ഇവിടെ ഉപയോഗിക്കപ്പെടുന്നു എന്ന് നമ്മളിവിടെ മനസ്സിലാക്കണം. ഇനി ആദ്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ആൻറ്റിബോഡിയെ സംബന്ധിച്ചോളം 2 പ്രധാനപ്പെട്ട ചെയിനുകളാണുള്ളത്, ഹെവി ചെയിനും ലൈറ്റ് ചെയിനും. ഹെവി ചെയിൻ ജീനുകൾ ലൊക്കേറ്റഡ് ഓൺ ക്രോമസോം 14 ഇൻ ഹ്യൂമൻസ്. നമ്മളുടെ ക്രോമസോമിലെ 14ാമത്തെ ക്രോമസോമിലാണ് ഹെവി ചെയിനിൻ്റെ ജീനുകൾ എന്ത് ചെയ്യുന്നത് കാണപ്പെടുന്നത്. കമ്പോസ്ഡ് ഓഫ് 3 ജീൻ സെഗ്മെൻറ്റ്സ്. ആ ഹെവി ചെയിനിന് 3 ഭാഗങ്ങളാണുള്ളത്. ഒന്ന് വേരിയബിൾ ജീൻ സെഗ്മെൻറ്റ്, രണ്ടാമത്തത് ഡൈവേഴ്സിറ്റി ജീൻ സെഗ്മെൻറ്റ്, മൂന്നാമത്തത് ജോയിനിങ് സെഗ്മെൻറ്റ്. ഇങ്ങനെ 3 സെഗ്മെൻറ്റ്സ് ആയിട്ടാണ് ഈ ഹെവി ചെയിനിൻ്റെ ജീനുകൾ ക്രോമസോമിൽ, പ്രത്യേകിച്ച് ക്രോമസോം 14 കാണപ്പെടുന്നത്. എ കോൺസ്റ്റൻറ്റ് സി റീജിയൻ സെഗ്മെൻറ്റ് ഡിറ്റർമിൻസ് ദ ആൻറ്റിബോഡി ക്ലാസ്. അതുപോലെ തന്നെ ഈ ക്രോമസോമിലുള്ള കോൺസ്റ്റൻറ്റ് റീജിയൻ ജീനുണ്ട്. ഈ ജീനാണ് ആൻറ്റിബോഡി ഏത് ക്ലാസ്സിൽ, അതായത് ആൻറ്റിബോഡി എ, ബി, ജി, ഡി എന്നിങ്ങനെ ഏത് ക്ലാസ്സിലാണ് വരുന്നതെന്ന് തീരുമാനിക്കുന്നത് ഈ ക്രോമസോമിൽ കാണപ്പെടുന്ന സെപ്പറേറ്റ് ആയിട്ടുള്ള കോൺസ്റ്റൻറ്റ് റീജിയൻ ജീനാണ്. അപ്പോൾ ഇത് പ്രധാനമായിട്ട് ഓർത്തിരിക്കുക. ഹെവി ചെയിൻ എന്ന് പറയുന്ന ആൻറ്റിബോഡിയുടെ ഏറ്റവും ബേസ് അല്ലെങ്കിൽ ലോങ് ആയിട്ടുള്ള ചെയിനിൻ്റെ ജീനുകൾ കാണപ്പെടുന്നത് ക്രോമസോം 14 അതിൽ തന്നെ 3 പ്രധാനപ്പെട്ട ജീൻ സെഗ്മെൻറ്റ്സ് ഉണ്ട്. വേരിയബിൾ സെഗ്മെൻറ്റ് അല്ലെങ്കിൽ വി, ഡൈവേഴ്സിറ്റി സെഗ്മെൻറ്റ് ഡി ആൻഡ് ജോയിനിങ് സെഗ്മെൻറ്റ് ജെ എന്നിവയാണ്. ഇനി രണ്ടാമത്തത് ലൈറ്റ് ചെയിനാണ്. ഈ ലൈറ്റ് ചെയിനിന് പ്രധാനമായിട്ടും 2 ഭാഗങ്ങളാണുള്ളത്. ഒന്ന് കാപ്പയും രണ്ടാമത്തത് ലാംഡയുമാണ്. ലൈറ്റ് ചെയിനെ സംബന്ധിച്ചിടത്തോളം ഡൈവേഴ്സിറ്റി സെഗ്മെൻറ്റ്, അതായത് അത് വ്യത്യസ്തമായിരിക്കുന്നതിനെ സൂചിപ്പിക്കുന്ന സെഗ്മെൻറ്റിൻ്റെ ജീനുകളില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു സെഗ്മെൻറ്റ് ഇല്ല എന്നുള്ളതാണ് ലൈറ്റ് ചെയിനിൻ്റെ പ്രത്യേകത. അതിനകത്ത് തന്നെ ഈ വേരിയബിൾ റീജിയൻ്റെയും കോൺസ്റ്റൻറ്റ് റീജിയൻ അല്ലെങ്കിൽ ജോയിനിങ് റീജിയൻ്റെയും ജീനുകൾ കാണപ്പെടുന്നത് കാപ്പ ലോക്കസ് ഓൺ ക്രോമസോം 2. നമ്മുടെ ക്രോമസോം 2 കാപ്പയുടെ ലോക്കസ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ലാംഡയുടെ ലോക്കസ് കാണപ്പെടുന്നത് ക്രോമസോം 22. അപ്പോൾ ഒരു ആൻറ്റിബോഡിയിൽ ഏതെങ്കിലും ഒരു ലൈറ്റ് ചെയിനിൻ്റെ ഭാഗമേ ഉണ്ടായിരിക്കും ഉള്ളൂ. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഒന്നുകിൽ ലൈറ്റ് ചെയിനിൻ്റെ പൂർണ്ണമായിട്ടും കാപ്പ കൊണ്ട്, അല്ലെങ്കിൽ 2 കാപ്പ പാർട്ടിക്കിൾ കൊണ്ട് അല്ലെങ്കിൽ പ്രോട്ടീൻ കൊണ്ടായിരിക്കും നിർമ്മിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ 2 ലാംഡ പാർട്ടിക്കിൾ കൊണ്ടായിരിക്കും നിർമ്മിച്ചിട്ടുണ്ടാകുക. ഒരിക്കലും കാപ്പയും ലാംഡയുടെയും കൂടെയുള്ളൊരു കോമ്പിനേഷൻ ഫോമിൽ ഒരിക്കലും നമ്മൾ ലൈറ്റ് ചെയിൻ ഒരു ആൻറ്റിബോഡിയിലും കാണാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈറ്റ് ചെയിനിൻ്റെ ജീനുകൾ കാപ്പ പാർട്ടിക്കിളിന് അല്ലെങ്കിൽ കാപ്പയുടെ ലൈറ്റ് ചെയിൻ പാർട്ടിക്കിളാണ് ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെ ഡിറ്റർമിൻ ചെയ്യുന്നത് ക്രോമസോം 2 ജീനുകളാണ്. ലാംഡയിലാണെങ്കിൽ ക്രോമസോം 22 ഈ ലാംഡ എന്ന് പറയുന്ന ലൈറ്റ് ചെയിനിൻ്റെ സെഗ്മെൻറ്റ്സ് ഉണ്ടാകാനായിട്ടുള്ള ജീനുകൾ കാണപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ലോക്കസ് ഓർമ്മിക്കുക. ഇനി എങ്ങനെയാണ് ഈ വ്യത്യസ്ത തരത്തിലുള്ള ആൻറ്റിബോഡികൾ രൂപപ്പെടുന്നത് നോക്കാം. മെക്കാനിസം ഓഫ് ആൻറ്റിബോഡി ഡൈവേഴ്സിറ്റി. നമ്മുടെ ശരീരത്തിൽ ദശലക്ഷക്കണക്കിനായിട്ടുള്ള ആൻറ്റിബോഡികൾ എങ്ങനെ രൂപപ്പെടുന്നു? Diversity is generated through VDJ recombination during B cell development. വേരിയബിൾ ഡൈവേഴ്സിറ്റി ജോയിനിങ് റീജിയൻസിൻ്റെ വ്യത്യസ്ത തരത്തിലുള്ള രൂപാന്തരണം വഴി, അല്ലെങ്കിൽ അത് വ്യത്യസ്ത തരത്തിൽ റീകോമ്പിനേഷൻ ചെയ്ത്, അല്ലെങ്കിൽ പല ജീനുകളിലെ പലതരത്തിലുള്ള VDJ എന്നീ സെഗ്മെൻറ്റുകൾ പല കോമ്പിനേഷനുകളിൽ ഉണ്ടാക്കിയാണ് വ്യത്യസ്ത ആൻറ്റിബോഡികൾ ഉണ്ടാക്കപ്പെടുന്നത്. അത് ബി സെല്ലിൻ്റെ, പ്രത്യേകിച്ച് ബോൺമാരോയിൽ ബി സെൽ ഉണ്ടാകുന്ന സമയത്താണ് ഈ കോമ്പിനേഷൻ ബി സെല്ലുകൾക്ക് ലഭിക്കുന്നത്. VDJ റീകോമ്പിനേഷൻ നോക്കാം. ഹെവി ചെയിൻ 1V, 1D ആൻഡ് 1J സെഗ്മെൻറ്റ്സ് ആർ റാൻഡംലി സെലക്റ്റഡ് ആൻഡ് ജോയിൻഡ്. അപ്പോൾ ഒരു ആൻറ്റിബോഡിയെ സംബന്ധിച്ചിടത്തോളം ദശലക്ഷക്കണക്കിന് ആൻറ്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കാനായിട്ടുള്ള കഴിവ് നമ്മുടെ ശരീരത്തിനുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ദശലക്ഷക്കണക്കിന് ജീനുകൾ അല്ലെങ്കിൽ അത്തരം
സെഗ്മെൻറ്റ്സുകൾ ഉണ്ടാക്കാനായിട്ടുള്ള ജീനുകൾ നമുക്കുണ്ട്. ആ ജീനുകളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ വ്യത്യസ്ത റീകോമ്പിനേഷൻ ഉണ്ടാക്കാനായിട്ടുള്ള ജീനുകളുടെ സാന്നിധ്യത്തിൽ ആ ജീനുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സെഗ്മെൻറ്റുകൾ അല്ലെങ്കിൽ അതുമായിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെഗ്മെൻറ്റുകൾ എന്ത് ചെയ്യപ്പെടുന്നു, പലതരത്തിൽ അല്ലെങ്കിൽ റാൻഡമായിട്ട് സെലക്ട് ചെയ്ത് കിട്ടുന്നത് റാൻഡമായിട്ട് സെലക്ട് ചെയ്തതിന് ശേഷം അതിനെ ജോയിൻ ചെയ്ത് ആൻറ്റിബോഡി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ലൈറ്റ് ചെയിൻ ആണെന്നുണ്ടെങ്കിൽ 1V ആൻഡ് 1J സെഗ്മെൻറ്റ്സ് ആർ ജോയിൻ. ലൈറ്റ് ചെയിനെ സംബന്ധിച്ചിടത്തോളം വേരിയബിൾ റീജിയനും ജോയിനിങ് റീജിയൻ്റെ 2 സെഗ്മെൻറ്റ്സ് മാത്രം ജോയിൻ ചെയ്താൽ മതിയാവും. ദിസ് റാൻഡം കോമ്പിനേഷൻ ക്രിയേറ്റ്സ് ഡൈവേഴ്സ് വേരിയബിൾ റീജിയൻസ് അലോയിങ് ഫോർ മില്യൺസ് ഓഫ് സ്പെസിഫിക്കേഷൻ. ഇങ്ങനെ വേരിയബിൾ റീജിയൻ ഉണ്ട്, അതായത് ഹെവി ചെയിൻ്റെയും ലൈറ്റ് ചെയിൻ്റെയും വ്യത്യസ്ത വേരിയബിൾ റീജിയനെ എടുത്തു വെച്ച് റാൻഡമായിട്ട് സെലക്ട് ചെയ്ത് എന്ത് ചെയ്യപ്പെടുന്നു, പുതിയ പുതിയ കോമ്പിനേഷൻ ഉണ്ടാക്കുന്നു. ഈ കോമ്പിനേഷൻ കൊണ്ട് കോടാനുകോടി ടൈപ്പിലുള്ള അല്ലെങ്കിൽ തരത്തിലുള്ള ആൻറ്റിബോഡികൾ ഉണ്ടാക്കാനുള്ള കഴിവ് ബി സെൽ മച്ചുറായി അല്ലെങ്കിൽ ബി സെൽ ബോൺമാരയിൽ ഉണ്ടാകുന്ന സമയത്ത് തന്നെ ഇങ്ങനെ റാൻഡമായിട്ട് ജീനുകൾ സെലക്ട് ചെയ്ത് ആ ജീനിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൻറ്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് അതിൻ്റെ ഒറിജിൻ, അതായത് ബി സെൽ ഉണ്ടാകുന്ന സമയത്ത് തന്നെ ലഭിക്കുന്നുണ്ട്. ഇനി ജംഗ്ഷണൽ ഡൈവേഴ്സിറ്റി ഉണ്ട്, അതായത് there is an additional diversity is introduced at the junctions where V, D, J and segments joined. അപ്പം വേരിയബിൾ ഡൈവേഴ്സിറ്റി ജോയിനിങ് സെഗ്മെൻറ്റ്സുകൾ ജോയിൻ ചെയ്യുന്ന സ്ഥലത്ത് വ്യത്യാസങ്ങൾ വരുത്തി അവിടെയും എന്ത് ചെയ്യുന്നു, ഡൈവേഴ്സിറ്റി ഉണ്ടാക്കുന്നു. അല്ലെങ്കിൽ അവിടെയും അതായത് അവിടെ ന്യൂക്ലിയോടൈഡിൻ്റെ പ്രധാനമായിട്ടും അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ എന്ന് പറയുന്ന ന്യൂക്ലിയോടൈഡിൻ്റെ റീഅറേഞ്ച്മെൻറ്റിലൂടെ ജംഗ്ഷണൽ ഡൈവേഴ്സിറ്റി ഉണ്ടാക്കാനുള്ള കഴിവും ബി സെല്ലുകൾക്കുണ്ട്. ദിസ് ഇൻവോൾവ്സ് റാൻഡം അഡീഷൻ ഓർ ഡെലിഷൻ ഓഫ് ന്യൂക്ലിയോടൈഡ്സ്. അപ്പം ജീനുകളിലുള്ള ഈ ന്യൂക്ലിയോടൈഡുകൾ, അതായത് ഒരു കറസ്പോണ്ടിങ് ആൻറ്റിബോഡി ഉണ്ടാക്കാനായിട്ടുള്ള ന്യൂക്ലിയോടൈഡുകൾ ഇരിക്കുന്ന ആ സ്ഥലത്തുള്ള ജീനുകളിൽ ഒന്നുകിൽ അഡീഷൻ, പുതുതായിട്ടുള്ള ന്യൂക്ലിയോടൈഡുകൾ ചേർക്കപ്പെട്ടോ അല്ലെങ്കിൽ ന്യൂക്ലിയോടൈഡുകൾ ഡിലീറ്റ് ചെയ്തോ എന്ത് ചെയ്യപ്പെടുന്നു, പുതിയ ആൻറ്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഈ ഒരു സാഹചര്യം നമ്മൾ പ്രത്യേകം പരിശോധിക്കണം. പുതിയ ആൻറ്റിബോഡികൾ ഉണ്ടാക്കാനായിട്ടുള്ള ഡൈവേഴ്സിറ്റി ഉണ്ടാക്കുമ്പോൾ അഡീഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു സ്വഭാവം, പുതുതായിട്ടൊരു ആൻറ്റിജനെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു സ്വഭാവം അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാനുള്ള കഴിവ് നമ്മൾ അറ്റൈൻ ചെയ്യുമ്പോൾ ആ കഴിവ് നമുക്ക് ഇൻബോണായിട്ട് അല്ലെങ്കിൽ ഒരു ആൻറ്റിബോഡിയിൽ ഉണ്ടാക്കപ്പെടുന്നത് ഈ ജംഗ്ഷണൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ഡൈവേഴ്സിറ്റി മൂലമാണ്. നമുക്കൊരു പുതിയ അസുഖത്തെ സംബന്ധിച്ച് നമുക്കൊന്നുണ്ടാക്കുന്നു, രോഗപ്രതിരോധ ശക്തി ഉണ്ടാക്കുന്നു. അപ്പോൾ അത് ഈ രോഗപ്രതിരോധ ശക്തി, അതായത് ഒരു ആൻറ്റിജനെ സംബന്ധിച്ചുള്ള ഇൻഫർമേഷനുകൾ സൂക്ഷിച്ചു വെക്കാനായിട്ടുള്ള ബി മെമ്മറി സെൽസ് ഉണ്ട്. ഈ ബി മെമ്മറി സെൽസ് ഇൻഫർമേഷൻ, അതായത് ആൻറ്റിജനെ സംബന്ധിച്ചുള്ള ഇൻഫർമേഷനുകൾ എന്ത് ചെയ്യുന്നു, ക്യാരി ചെയ്യുന്നു. ആ ഇൻഫർമേഷനുകൾ പുതിയ ആൻറ്റിബോഡി ഉണ്ടാക്കാനായിട്ട് പിന്നീട് എന്ത് ചെയ്യുകയും ചെയ്യും, ഉപയോഗിക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഫർമേഷനുകൾ ജീനുകളുടെ ന്യൂക്ലിയോടൈഡുകളിൽ അഡീഷനോ ഡെലീഷനോ വരുത്തി പുതിയ ആൻറ്റിബോഡി ഉണ്ടാക്കാനായിട്ട് കഴിയും. അതിനെയാണ് നമ്മൾ ജംഗ്ഷണൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഇനി സൊമാറ്റിക് ഹൈപ്പർ മ്യൂട്ടേഷൻ ഉണ്ട്. മ്യൂട്ടേഷൻസ് ഇൻ ദ വേരിയബിൾ റീജിയൻ ഓഫ് ദ ജീൻ occur in activated B cells. This refines antibodies affinity for its antigen. സൊമാറ്റിക് സെൽസ്, അതായത് ബി സെല്ലിനകത്ത് എന്ത് ചെയ്യുകയാണ്, മ്യൂട്ടേഷൻ സംഭവിക്കുകയാണ്. അത് പ്രത്യേകിച്ച് വേരിയബിൾ റീജിയനിലാണ് മ്യൂട്ടേഷൻ സംഭവിക്കുക. മ്യൂട്ടേഷൻസ് ഇൻ ദ വേരിയബിൾ റീജിയൻ ഓഫ് ദ ജീൻ occur in activated B cells. This refines antibodies affinity for its antigen എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പുതിയൊരു ആൻറ്റിജനുമായിട്ട് എൻകൗണ്ടർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ രോഗപ്രതിരോധ സംവിധാനം ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ആൻറ്റിജനെ സംബന്ധിച്ചുള്ള ഇൻഫർമേഷനുകൾ ബി സെല്ലിന് ലഭിക്കുകയും ആ ബി സെല്ലിലെ വേരിയബിൾ റീജിയൻസിൽ അത് സ്വയം അല്ലെങ്കിൽ മ്യൂട്ടേഷൻ വരുത്തി ആൻറ്റിജനെ പ്രതിരോധിക്കാനുള്ള കഴിവ് അറ്റൈൻ ചെയ്യുകയും ചെയ്യും. ഇങ്ങനെ അറ്റൈൻ ചെയ്യുന്ന കഴിവുകളാണ് അത് മ്യൂട്ടേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ അതൊരു പ്രത്യേക സ്വഭാവമായിട്ട് രൂപപ്പെടുകയും അത് അതിൻ്റെ ആൻറ്റിബോഡിയുടെ ആൻറ്റിജൻ അല്ലെങ്കിൽ ആൻറ്റിജൻ ആൻറ്റിബോഡി ഇൻട്രാക്ഷനിൽ പുതിയൊരു അഫിനിറ്റി അല്ലെങ്കിൽ പുതിയൊരു കഴിവുണ്ടാക്കാനായിട്ട് ബി സെല്ലിനെ സഹായിക്കുകയും ചെയ്യുന്നത്. അടുത്തത് ക്ലാസ് സ്വിച്ചിങ് ആണ്. ബി സെൽ ക്യാൻ ചേഞ്ച് ദ കോൺസ്റ്റൻറ്റ് റീജിയൻ ഓഫ് ദ ഹെവി ചെയിൻ വിത്തൗട്ട് ആൾട്ടറിങ് വേരിയബിൾ റീജിയൻ. ബി സെല്ലിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ കോൺസ്റ്റൻറ്റ് റീജിയനെ എന്ത് ചെയ്യാൻ പറ്റും,
വ്യത്യാസം വരുത്താൻ പറ്റും. പക്ഷേ വേരിയബിൾ റീജിയനിൽ വ്യത്യാസം വരുത്താതെ, അതായത് വേരിയബിൾ റീജിയനിൽ ചേഞ്ച് വരുത്താതെ തന്നെ കോൺസ്റ്റൻറ്റ് റീജിയനെ മാറ്റാനുള്ള കഴിവ് ബി സെല്ലുകൾക്കുണ്ട്. ഇതിനെയാണ് ക്ലാസ് സ്വിച്ചിങ് എന്ന് പറയുന്നത്. അതായത് ഒന്നിൽ നിന്ന് അടുത്തതിലേക്ക് മാറുക. ദിസ് അലൗസ് ദ ആൻറ്റിബോഡി ടു റിട്ടൈൻ ഇറ്റ് സ്പെസിഫിസിറ്റി വൈൽ ഗെയിനിങ് ന്യൂ എഫക്റ്റർ ഫങ്ഷൻസ്. എക്സാമ്പിൾ ഇമ്മ്യൂണോഗ്ലോബുലിൻ എം ടു ജി. അതായത് ഇമ്മ്യൂണോഗ്ലോബുലിൻ എമ്മിൽ നിന്നും ജിയിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ഒരു മാറ്റം, അതിന് അവിടെ സംഭവിക്കുന്നത് അതിൻ്റെ കോൺസ്റ്റൻറ്റ് റീജിയനിൽ വ്യത്യാസം വരുത്തിക്കൊണ്ട്, കോൺസ്റ്റൻറ്റ് റീജിയൻ വരുമ്പോഴേക്കും ഇവിടെ നമുക്ക് നേരത്തെ പഠിച്ചതുപോലെ കോൺസ്റ്റൻറ്റ് റീജിയനിൽ CH1, CH2, CH3 ഇങ്ങനെ അതിൻ്റെ റീജിയനിൽ പാക്ക് ചെയ്തിരിക്കുന്ന അമിനോ ആസിഡിൻ്റെ നമ്പർ അല്ലെങ്കിൽ റീജിയൻ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ കഴിവ്, കോൺസ്റ്റൻറ്റ് റീജിയൻ്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ റീജിയണൽ കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റിയെടുക്കാനുള്ള കഴിവും എന്തിനുണ്ട്? ഈ ബി സെല്ലുകൾക്കുണ്ട് അതിൻ്റെ ഫോർമേഷൻ സമയത്ത്. അങ്ങനെ ഒന്നിൽ നിന്നും അടുത്തതിലേക്ക് അതിൻ്റെ വേരിയബിൾ റീജിയനിൽ വ്യത്യാസം വരുത്താതെ തന്നെ കോൺസ്റ്റൻറ്റ് റീജിയനിൽ പുതിയ ചേഞ്ചസ് വരുത്താനുള്ള കഴിവിനെയാണ് നമ്മൾ ക്ലാസ് സ്വിച്ചിങ് എന്ന് പറയുന്നത്. ദെൻ സിഗ്നിഫിക്കൻസ് ഓഫ് മൾട്ടി ജീൻ ഓർഗനൈസേഷൻ. ഇങ്ങനെ വ്യത്യസ്ത ജീൻ ഓർഗനൈസേഷനിലൂടെ ലഭിക്കുന്ന പ്രത്യേകത എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളതാണ്. ദിസ് സിസ്റ്റം അലൗസ് ദ ഇമ്മ്യൂൺ സിസ്റ്റം ടു റെക്കഗ്നൈസ് ആൻഡ് incredibly diverse range of pathogens from small number of genes. നമ്മളുടെ ഇൻക്രെഡിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വ്യത്യസ്ത തരത്തിലുള്ള അല്ലെങ്കിൽ ലക്ഷക്കണക്കിനുള്ള ആൻറ്റിജനുകൾക്കെതിരെ പ്രതിരോധ ശക്തി ഉണ്ടാക്കാനായിട്ട് ആൻറ്റിബോഡീസിനെ ഇങ്ങനെ ക്ലാസ് സ്വിച്ചിങ്, മൾട്ടി ജീൻ ഓർഗനൈസേഷൻ, പ്രത്യേകിച്ച് വേരിയബിൾ റീജിയനിലും കോൺസ്റ്റൻറ്റ് റീജിയനിലും ഒക്കെ ആൻറ്റിജന് അനുസരിച്ച് സൊമാറ്റിക് സെൽസിൽ ഉൾപ്പെടെ വരുത്താൻ കഴിയുന്ന മ്യൂട്ടേഷൻ ചേഞ്ചസ് കൊണ്ട് വ്യത്യസ്ത തരത്തിലുള്ള അല്ലെങ്കിൽ നൂറുകണക്കിന് ലക്ഷക്കണക്കിനുള്ള ആൻറ്റിജനുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഫൈറ്റ് ചെയ്യാൻ കഴിയും. ദിസ് ഫ്ലെക്സിബിലിറ്റി ഓഫ് ദ സിസ്റ്റം അലൗസ് ഫോർ അഡാപ്റ്റേഷൻ ത്രൂ പ്രോസസ് ലൈക്ക് സൊമാറ്റിക് ഹൈപ്പർ മ്യൂട്ടേഷൻ ആൻഡ് ക്ലാസ് സ്വിച്ചിങ്. ഇങ്ങനെ സൊമാറ്റിക് ഹൈപ്പർ മ്യൂട്ടേഷൻ, അതായത് ഒരു ബി സെല്ല് ഡെവലപ്പ് ചെയ്ത് വരുന്ന സമയത്ത് ആ ബി സെല്ലിൻ്റെ തന്നെ വേരിയബിൾ റീജിയനിലും കോൺസ്റ്റൻറ്റ് റീജിയനിലും മാറ്റം വരുത്താനായിട്ട് ഈ ബി സെല്ലുകൾക്ക് കഴിവുണ്ട്. അപ്പം അങ്ങനെ ക്ലാസ് സ്വിച്ചിങ്ങിലൂടെയും ഒക്കെ ബി സെൽ എന്ത് ചെയ്യുന്നു? അഡാപ്റ്റഡ് ആകുന്നു, അതായത് ആൻറ്റിജനെതിരെ പ്രതിരോധ ശക്തി നേടുന്നു. ദിസ് എൻഷുർ ദ ഇമ്മ്യൂൺ റെസ്പോൺസ് ഈസ് നോട്ട് ഓൺലി സ്പെസിഫിക് ബട്ട് ആൾസോ റിഫൈൻഡ് ആൻഡ് ലോങ് ലാസ്റ്റിംഗ്. ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഒരു പ്രത്യേക ആൻറ്റിജനെതിരെ പ്രതിരോധ ശക്തി നേടുന്നതോടൊപ്പം തന്നെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ദീർഘനാളായിട്ടുള്ള ഒരു പ്രതിരോധ ശക്തി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കിയെടുക്കാനും ഈ മൾട്ടി ജീൻ ഓർഗനൈസേഷനിലൂടെ നമുക്ക് സാധിക്കും. അപ്പം ഇതൊരു ചെറിയ ക്ലാസ്സാണ്. അതായത് എങ്ങനെയാണ് ആൻറ്റിബോഡി ഡൈവേഴ്സ് ആയിരിക്കുന്നത്, വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. അതിനകത്ത് ജീനുകൾ എവിടേക്കാണ്, അല്ലെങ്കിൽ ക്രോമസോം, ഏതൊക്കെ ക്രോമസോമുകളിലാണ് ജീനുകൾ കാണപ്പെടുന്നത്, അതായത് കാപ്പ പാർട്ടിക്കിളിൻ്റെ, ലാംഡ പാർട്ടിക്കിളിൻ്റെയൊക്കെ ജീനുകൾ ക്രോമസോം 22-ലും 2-ലാണ് കാണുന്നതെങ്കിൽ ഹെവി ചെയിൻ്റെ ജീനുകൾ കാണപ്പെടുന്നത് ക്രോമസോം 24-ലാണ്. അപ്പോൾ ഇങ്ങനെ നൂറ്റാണ്ടുകളായിട്ട് നമുക്ക് പലതരത്തിലുള്ള ആൻറ്റിജനുമായിട്ട് എൻകൗണ്ടർ ചെയ്ത് അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്ത് നമ്മൾ നേടിയിട്ടുള്ള ഇൻഫർമേഷനുകൾ ജീനുകളായിട്ട് മാറപ്പെടുകയും ആ ജീനുകൾ ഒരു പാക്കേജായിട്ട് നമ്മുടെ ശരീരത്തിലൂടെ അല്ലെങ്കിൽ നമുക്ക് ഇൻഹർട്ട് ചെയ്യപ്പെടുന്നതിന് പകരമായിട്ട് സെഗ്മെൻറ്റ്സ് ആയിട്ട് ഓരോ ജീനുകൾ പ്രത്യേകമായിട്ട് ഇൻഹർട്ട് ചെയ്യപ്പെടുകയും ആ സെഗ്മെൻറ്റ്സ് അല്ലെങ്കിൽ പ്രത്യേക സെഗ്മെൻറ്റ്സിൻ്റെ വലിയൊരു കൂട്ടം അല്ലെങ്കിൽ വലിയൊരു ജീനിൻ്റെ ഒരു ഭാഗം നമുക്ക് ലഭിക്കുകയും അതിൻ്റെ വ്യത്യസ്ത കോമ്പിനേഷനുകളിൽ പുതുതായിട്ട് ആൻറ്റിബോഡികൾ ഉണ്ടാക്കാനുള്ള കഴിവ് നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നു. അപ്പം ഇതൊരു 4 മാർക്ക് ചോദ്യം അല്ലെങ്കിൽ 7 മാർക്ക് ചോദ്യമായിട്ട് വരാൻ സാധ്യതയുള്ളൊരു ഭാഗമാണ് ഈ മൾട്ടി ജീൻ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ഈ ഒരു പാർട്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ സംശയങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചോദിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. താങ്ക് യു.